MG സർവകലാശാലയിലെ പാറ്റ പോസ്റ്റർ വിവാദത്തിൽ വൈസ് ചാൻസലറും വിദ്യാർത്ഥി യൂണിയനും തമ്മിലുള്ള പോര് തുടരുകയാണ്. ദേശീയ സെമിനാറിന് അനുവദിച്ച ഫണ്ട് തിരികെ പിടിക്കുമെന്ന് VCയുടെ മുന്നറിയിപ്പ്. സെമിനാർ രാഷ്ട്രീയവൽക്കരിച്ചെന്നും തുക പിൻവലിക്കുമെന്നും കാണിച്ച് യൂണിയന് രജിസ്ട്രാർ കത്തയച്ചു. ഓഗസ്റ്റ് 3 തുടങ്ങുന്ന പരിപാടിയുടെ പോസ്റ്ററിൽ വെച്ച പാറ്റയുടെ ചിത്രം നീക്കണമെന്ന നിർദ്ദേശം യൂണിയൻ ഭാരവാഹികൾ തള്ളിയിരുന്നു. ജ്യോതിഷ് മോഹൻ വിശദാംശങ്ങളുമായി. ജ്യോതിഷ്, ഈ പാറ്റ പോസ്റ്റർ വിവാദം ഇപ്പോൾ എങ്ങനെയാണ് കടുക്കുന്നതും തുടരുന്നത്? സൈഫു, MG യൂണിവേഴ്സിറ്റിയിൽ ഈ ചാൻസലറും VCയും അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനുമായിട്ടുള്ള ഈ തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഓഗസ്റ്റ് 3 നടക്കേണ്ട നാഷണൽ കോൺഫറൻസ് എന്ന വിദ്യാർത്ഥി യൂണിയന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററിൽ ഇത്തരത്തിൽ ഒരു പാറ്റയുടെ ചിത്രം വന്നത്. പാറ്റയെ ബൂട്ടിട്ട ഒരു കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുന്ന ഒരു ചിത്രമായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത്, അതായത് കവാടത്തിൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരുന്നത്. അത് നീക്കണമെന്നായിരുന്നു രജിസ്ട്രാറുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ VCയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്ന ഒരു അറിയിപ്പ്. ഈ നിർദ്ദേശം യൂണിയൻ അപ്പാടെ തെള്ളുകയായിരുന്നു. 27-ാം തീയതി 12 മണിക്ക് മുമ്പ് ഇത് നീക്കണം എന്നായിരുന്നു. പക്ഷേ യൂണിയൻ ഇതിന് കൂട്ടാക്കിയില്ല. ഇതിന് പകരമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിലും കൂടുതൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയാണ് SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് അനുവദിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് അനുവദിച്ച് നടത്തുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചിഹ്നങ്ങൾ പാടില്ല. ഇത് MG യൂണിവേഴ്സിറ്റിയുടെ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ, എത്തിക്സ് ആൻഡ് കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ ഒരു ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണ് ഇപ്പോൾ രജിസ്ട്രാർ വഴി ഇപ്പോൾ വിദ്യാർത്ഥി യൂണിയൻ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച, അതായത് ഫണ്ട് അനുവദിച്ച ആ ഒരു തുക തിരിച്ച് നൽകണം എന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഏകദേശം 3,70,75,000 രൂപയുടെ ഒരു ഭരണാനുമതിയാണ് ഈ പരിപാടി നടത്താനായിട്ട് MG യൂണിവേഴ്സിറ്റി നൽകിയത്. അതിൽ ഈ 2,81,000 രൂപ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഈ പണമാണ് ഇപ്പോൾ തിരിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ഇപ്പോൾ രജിസ്ട്രാർ വഴി യൂണിവേഴ്സിറ്റി യൂണിയന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, യൂണിയന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു പാറ്റയുടെ ചിത്രം ഉള്ളത് കൊണ്ട് ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവമല്ല. പാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രക്ഷോഭം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രാജ്യത്ത് നടന്നതാണ്, അതെല്ലാവരും കണ്ടതാണ്. അതിന്റെ ഒരു ഭാഗമായിട്ട് വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു എംബ്ലം വെച്ചത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിൽ വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് മാറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥി യൂണിയനുള്ളത്. ഏതായാലും ഇപ്പോൾ നോട്ടീസ് ലഭിച്ച് അനുവദിച്ച തുക തിരിച്ച് നൽകണം എന്നുള്ളൊരു നോട്ടീസ് ലഭിച്ച പശ്ചാത്തലത്തിൽ യൂണിയൻ ഇപ്പോൾ അതിന് മറുപടിയായിട്ടൊരു വിശദീകരണം നൽകും. കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ യാതൊരു ലംഘനവും നടന്നിട്ടില്ല. ഈ പരിപാടിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യൂണിയൻ ഭാരവാഹികൾ അറിയിക്കുന്നത്. സൈഫു.